അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ നേര് സിനിമ ഇപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഞാൻ ഇന്നലെ കാണണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാനൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഹെൽത്തൊന്നും അങ്ങനെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ പോയിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ സ്വന്തം പടം നേര് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നേരിൻ്റെ കാര്യം എല്ലാവരും അറിയാം. ലാലേട്ടൻ്റെ കംബാക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആഘോഷിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഞാൻ നേര് പറഞ്ഞുതരാം, കണ്ണും മനസ്സും നിറച്ച ഒരു നല്ല സിനിമ, കംപ്ലീറ്റ്ലി ഒരു നല്ല സിനിമ. ടെക്നിക്കൽ സൈഡ് നല്ലത്, ആക്ടേഴ്സ് നല്ലത്, ജൂനിയർ ആർട്ടിസ്റ്റ് വരെ ഒരു ഫ്രെയിമിൽ വന്ന് നിൽക്കുമ്പോൾ ആ ക്യാരക്ടർ ആക്കി നിർത്തിയിരിക്കുകയാണ്. ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ് ജിത്തു ജോസഫ് സാറിന്. അദ്ദേഹത്തിൻ്റെ ബ്രില്യൻ മേക്കിംഗ് ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് മാൻ്റെ അത്രയും കോൺസ്റ്റൻസ് ആയിട്ട് അത്രയും ശ്രദ്ധാപൂർവ്വം അയാൾ ഉണ്ടാക്കിയ ഒരു ശില്പമൊക്കെ പോലെയാണ് എനിക്ക് നേരും തോന്നിയത്. കാരണം എവിടെയും പാളിയിട്ടില്ല. എവിടെയും പാളാവുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഇതൊരു ത്രില്ലർ മൂവി അല്ല. എസ്പെഷ്യലി ത്രില്ലർ ആണോ എന്ന് ചോദിച്ചാൽ ത്രില്ലിങ് എലമെൻസുകൾ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും ഇത് കംപ്ലീറ്റ്ലി പാക്ക് ചെയ്തിരിക്കുന്നത് ഇമോഷൻസിലാണ്. ഒരു ഫുൾ ത്രൂ ഔട്ട് ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണത്. അതായത് ഇമോഷണൽ കോർട്ട് റൂം മാത്രമല്ല, മൊത്തത്തിൽ ഇമോഷണൽ പാക്ഡ് ആയിട്ടുള്ളൊരു ഡ്രാമയാണ് നേരെന്ന് പറഞ്ഞ സിനിമ. അത്രയും കംപ്ലീറ്റ് പ്യുവർ ഇമോഷൻസ് വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അതിലെനിക്ക് എടുത്ത് പറയേണ്ടത് അനശ്വര രാജൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ പെർഫോമൻസാണ്. ഈ സിനിമ എന്ന് പറയുന്നത് ജസ്റ്റ് ഫസ്റ്റ് പടം തുടങ്ങിയ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് സിനിമയുടെ സ്ക്രിപ്റ്റ് നമ്മുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്ന പോലത്തെ, അതായത് ഇതാണ് പ്ലോട്ട്, ഇനി നിങ്ങൾ അങ്ങോട്ട് ഇത് കണ്ടാൽ മതി, അതായത് ഈ ലെവലിലാണ് പടം പോകുക. ഇതൊരു ലൈന് വരച്ചിട്ട് പരിപാടി പറഞ്ഞു തരുന്ന പോലെ ഒരു കോള്, പോലീസ് സ്റ്റേഷനിൽ ഒരു കോള് വരുന്നു. എല്ലാവർക്കും മനസ്സിലാവും, ഒരു ക്രൈം നടന്നിട്ടുണ്ട്. ആ ക്രൈം നടന്ന സ്പോട്ടിലേക്ക് പോലീസ് എത്തുന്നു. അവിടെ ഒരു ക്രൈം നടന്ന് അതിനെ ചുറ്റിപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ ഇൻവെസ്റ്റിഗേഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി അല്ല എന്നുള്ള ആ രസം. അതായത് ആ ക്രൈം നടന്ന് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ അക്യൂസ്റ്റിനെ, അതായത് ഈ അനശ്വര രാജൻ്റെ ക്യാരക്ടർ അക്യൂസ്റ്റിനെ കണ്ടുപിടിക്കും. അവർ പ്രതിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞു, വിക്ടിം ഇപ്പുറത്തുണ്ട്, അക്യൂസ്റ്റിനെ കിട്ടി. ഇനി ഇത് യഥാർത്ഥ അക്യൂസ്റ്റ് ആണോ, ഈ പ്രതിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനും ഇരയ്ക്കൊപ്പം നിൽക്കുന്നതുമായുള്ള സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വക്കീലിൻ്റെ പല ഫേസസുകൾ, ഒരു ക്യാരക്ടറിൻ്റെ പല ഫേസസുകളാണ് നമ്മൾ കണ്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇപ്പുറത്തൊരു ക്രിമിനൽ ലോയറും ഉണ്ടല്ലോ. ഈ 2 ലോയേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും പിന്നെ ഈ കഥ മുന്നോട്ട് പോകുന്ന ഈ പ്രതിക്ക് ശിക്ഷ കിട്ടുമോ, ഈ ഇരക്ക് നീതി കിട്ടുമോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഈ വന്നു പോയി നിൽക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള അത്രയാണ് ഈ സിനിമ. പക്ഷേ എടുത്തു പറയേണ്ടത് അനശ്വര രാജൻ, സിദ്ദിഖിനെ കുറിച്ച് ഞാൻ 2 ആഴ്ച മുമ്പ് ഒരു ട്രോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഗരുഡൻ സിനിമയിലെ എനിക്ക് എന്നാലും എന്നോട് ഇത് പറയായിരുന്നു എന്ന് സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ പറയുമ്പോൾ സുരേഷ് ഗോപി തിരിച്ചു പറയും, പറയായിരുന്നു, പക്ഷെ താൻ എൻ്റെ അത്ര നല്ല നടനല്ലല്ലോ എന്ന്. മലയാള സിനിമ കണ്ടതിൽ ലാലേട്ടനോടൊത്ത് മമ്മൂക്കയോടൊത്ത് ഒരു വേഴ്സിറ്റൈൽ ആക്ടർ എന്ന് പറയാമെങ്കിൽ അത് സിദ്ദിഖിക്കയാണ്. എന്തൊക്കെ ചെയ്ത് പുള്ളി, വില്ലൻ ചെയ്ത്, നായകൻ ചെയ്ത്, സഹനടൻ ചെയ്ത്, ഒരു 10 ക്യാരക്ടർ ആക്ടർ സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ ആൾ പ്ലേ ചെയ്ത 10 ക്യാരക്ടേഴ്സ് എടുത്താൽ 10 ഹ്യൂമൻ ഫേസസ് ആയിരിക്കും. ഒരു ക്യാരക്ടേഴ്സിൻ്റെ 10 ലെയറുകൾ നമുക്ക് കാണാൻ പറ്റും, ലെയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് കാണാൻ പറ്റും. ഒരു ഹ്യൂമൻ ബീയിൻ്റെ 10 ലെയറുകളുള്ള 10 ക്യാരക്ടേഴ്സിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടർ അങ്ങനെ പല മനുഷ്യരുടെയും പല ലെയറുകൾ അതിഭയങ്കരമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് പെർഫെക്ഷനോടെ ഒരു ക്യാരക്ടർ ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എടുത്ത് പറയണമെന്നുണ്ട്, ആരെയും മോശക്കാരാക്കാൻ ആരുമില്ല. കാരണം ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഗ് ഉണ്ടാവാം, പക്ഷെ ആ ലാഗ് ഇല്ലാതെ അത്രയും എൻഗേജ്ഡ് ആയിട്ട് ഒരു വിഷ്വൽ പരിപാടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ജിത്തു ജോസഫ് സാർ. പിന്നെ ഞാൻ ചോദിക്കുന്നത്, പുള്ളി എനിക്ക് രസമായിട്ട് തോന്നി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ, ഒരു പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കാനും ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് അറിയാം.
ഒരു പ്രതിയെ പൂട്ടാനുള്ള ലുക്ക് പോളുകൾ കണ്ടുപിടിക്കാനും ജിത്തു ജോസഫ് എന്നുള്ള ഡയറക്ടർക്ക് അറിയാം. രണ്ടും പറയുന്ന ഒരു ബ്രില്യൻ്റായ എന്താ പറയുക, ദൃശ്യം കണ്ടപ്പോൾ ഇയാൾ ഇത്ര വലിയ ക്രിമിനലാണോ എന്ന് തോന്നിപ്പോയി. നേര് കണ്ടപ്പം ഇയാൾ റിയലായിട്ട് ഭയങ്കര ഐക്യു ഉള്ളൊരു അഡ്വക്കേറ്റ് ആണോ എന്ന് ചിന്തിച്ചു പോയി. കാരണം ഒരു കേസിൻ്റെ ലൂപ്പ് ഹോളുകളെ കുറിച്ചും ഒരു കോടതിയിൽ ബിഹേവ് ചെയ്യുന്ന രീതിയെ കുറിച്ചും ഒക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് മനസ്സിലാക്കി സ്ക്രിപ്റ്റ് എഴുതിയ പോലെ. പിന്നെ ഡീറ്റെയിലിങ് മാസ്റ്റായിട്ട് നമ്മൾ എടുത്തു പറയണം. അനശ്വര ഇതിൽ ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അനശ്വര ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളുടെ വീട്ടിൽ കാണുന്ന നമ്മളെ ഒരു ഫിംഗർ പ്രിൻ്റൊക്കെ വരില്ലേ ചുമരുകളിലൊക്കെ, അത് മുതൽ ഓരോ കാര്യങ്ങളും കോടതിയിൽ ഡീറ്റെയിലിങ്, ഒരു ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലിങ്, ഒരു എല്ലാം തികഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ വരയ്ക്കുന്ന പോലെ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കിക്കൊണ്ട് ചെയ്തൊരു സ്ക്രിപ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയും ഡീറ്റെയിലിങ് ഒരു എല്ലാം ഇറങ്ങി പഠിച്ച്, അതായത് ഒരു ബ്ലൈൻഡ് ആയ ഒരാളുടെ വീട്ടിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അയാളുടെ ചുറ്റുപാട് എങ്ങനെയാണ് ഉണ്ടാവുക, അയാൾ മറ്റ് ക്യാരക്ടേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഒരു കോടതി മുറി എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അവിടുത്തെ ബിഹേവിയർ എങ്ങനെയാണ്. ഞാൻ സൗദി വെള്ളയ്ക്കൊക്കെ ശേഷം ഇത്രയും റിയലായിട്ടുള്ളൊരു കോടതി മുറി കണ്ടിട്ടില്ല. അത്രയും റിയലായിട്ട്. കാരണം ഒരു ചോദ്യമുണ്ട്, അതായത് പ്രതിയെ തെളിഞ്ഞു കഴിഞ്ഞപ്പം പ്രതിയുടെ വക്കീലിനോട് ജഡ്ജി ചോദിക്കും, ഇത് സ്പോയിലറൊന്നും അല്ല, എന്നാലും ഇത് ആ കോടതി മുറിയുടെ ഡീറ്റെയിലിങ് അറിയിക്കാൻ വേണ്ടി ഈ ഒരു പോയിന്റ് ഞാൻ പറയുന്നത്. പ്രതിക്ക് ബന്ധുക്കൾക്ക് കാണാൻ അനുയോജ്യമായ ജയിൽ റെഫർ ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന്. ഞാൻ ജനഗണമന അങ്ങനെയുള്ള സിനിമകളിലൊക്കെ മറ്റേ എന്താ പറയുക, ഷാലു റിമൈനിങ് സംതിങ്ങും ഇന്ത്യനെ കുറിച്ചുള്ള വാക്കുതോറെ സംസാരിക്കുന്ന ഒരു ജഡ്ജിക്ക് മുന്നിൽ ഇതാകണം ഇന്ത്യ, ഇങ്ങനെ ആവണം ഇന്ത്യ എന്നൊക്കെ പറയുന്ന ജഡ്ജിയൊക്കെ കാണിക്കുമ്പോൾ, പക്ഷേ അത്രയും റിയലായിട്ടാണ് കോടതി എന്ന് സൗദി വെള്ളയ്ക്കൊക്കെ ശേഷം ഒരു മലയാള സിനിമയിൽ ഇത്രയും പ്യൂറായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ലാസ്റ്റ് നമുക്ക് പറയാം, ലാലേട്ടൻ പുള്ളി അഭിനയിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി തിരിച്ചു വന്നു. പുള്ളിയുടെ ഗംഭീര അഭിനയം എന്നൊക്കെ എനിക്ക് കുറേ ആളുകൾ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ പോയത്. പുള്ളിയുടെ ഗംഭീര അഭിനയമല്ല, സത്യം പറയാലോ. പുള്ളിയെപ്പോലെ ഒരാൾ അഭിനയിച്ചിട്ടില്ല. പുള്ളി എങ്ങനെ അഭിനയിക്കാനാണ് ഇതിൽ? പുള്ളി ഇങ്ങനെ ആ ക്യാരക്ടറായിട്ട് ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ സാധനത്തിനെ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കും. എന്നിട്ട് ആ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, എന്താ ആളുടെ പേര്, വിജയരാഘവൻ അങ്ങനെ എന്തോ ആണ്, ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ പേര് ഞാൻ മറന്നുപോയി. ആ ക്യാരക്ടറായിട്ട് പുള്ളിയെക്കിട്ട് മാറുകയാണ്. പുള്ളി ഇരിക്കുമ്പോൾ പുള്ളി റെഫർ ചെയ്യുന്ന കുറേ പോർഷൻസ് ഉണ്ട്. പിന്നെ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയിക്കുന്നുണ്ട് ജിത്തു ജോസഫ്. കയ്യടി, അവിടെയാണ് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത്. പിന്നെ അനശ്വര രാജൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിലും. ഈ സിനിമ എന്ന് പറഞ്ഞാൽ പുള്ളി ഇമോഷണലി പാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ജിത്തു ജോസഫ് സിസ്റ്റത്തിനെതിരെയും എന്താ പറയുക മീഡിയക്കെതിരെയും കൊടുക്കുന്ന നല്ല അടിപൊളി മറുപടീസുകൾ, പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റുകളും ഈ സിനിമയിലുണ്ട്. അത് എടുത്തു പറയാനാണ് ക്ലൈമാക്സിൽ അനശ്വര രാജൻ്റെ ക്യാരക്ടർ പുറത്തേക്ക് വരുമ്പോൾ മീഡിയാസ് തള്ളിക്കയറി പോയി വീഡിയോ ഫുട്ടേജ് എടുക്കാൻ പോകുമ്പോൾ ഈ കൈ വന്നിട്ടിങ്ങനെ മറക്കും. ഇത് നമുക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും ചർച്ച ചെയ്ത മാധ്യമങ്ങളുടെ ഈ തരത്തിലുള്ള രീതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച വന്നു നിൽക്കുന്ന ഈ സമയത്ത് ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഡയറക്ടർ കയ്യടി അർഹിക്കുന്നതാണ്. ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് അയാളുടെ സിനിമയിലൂടെ പറയണം. അത് പറയേണ്ട സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇതിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഓഡിയൻസിനും മീഡിയക്കും മനസ്സിലാക്കി കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ 2-3 തൊടാതെ പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒപ്പിട്ട് വെച്ച് പോയിട്ടുണ്ട് ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഡയറക്ടർ. അത്രയും ബ്രില്യൻറ്റ് ഇമോഷണൽ റോളർ കോസ്റ്റർ ഡ്രാമ കണ്ടറിയാം, അത്ര തന്നെ. അല്ലാണ്ട് ത്രില്ലിംഗ് എന്ന് പറഞ്ഞ പരിപാടി ത്രില്ലിംഗ് ഉണ്ട്. ഇമോഷണൽ പരിപാടികൾ വരുമ്പോൾ ഒരു കോർട്ട് റൂം ഡ്രാമയാകുമ്പം ത്രില്ലിംഗ് ഉണ്ടാവും. പക്ഷേ ട്വിസ്റ്റും ടേണും ഒക്കെ നിറഞ്ഞൊരു ദൃശ്യം പോലത്തെ പരിപാടിയല്ല. പിന്നെ ഞാൻ മറന്നുപോയി, ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീന് നടക്കുവാണ് ഇപ്പോൾ ഇവിടെ. ആ സീനിനെ ആക്ടേഴ്സിൻ്റെ റിയാക്ഷൻസും ഉണ്ട്. ആ സീൻ എന്താ നെക്സ്റ്റ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്
ഏറ്റവും പ്യുവറായിട്ട് ഓഡിയൻസിന് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡയറക്ടർ ജിത്തു ജോസഫ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് ദൃശ്യത്തിൽ കണ്ടിട്ടുണ്ട്, ദൃശ്യം 2 കണ്ടിട്ടുണ്ട്, മെമ്മറീസിൽ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഇത് അവസാനം നേരിലും. നമുക്കൊരു സീനിന് മുന്നേ ഒരു കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ റിയാക്ഷൻസ് പുള്ളി ഷൂട്ട് ചെയ്യണം. ആ റിയാക്ഷൻ മതി, നമുക്കറിയാം അടുത്ത ആ കംപ്ലീറ്റ് സീന് എന്താ നമുക്ക് ഓഡിയൻസിന് തരാൻ പോകുന്ന റിസൾട്ട് എന്ന് ആ റിയാക്ഷൻസിൽ എടുത്ത് വെക്കും പുള്ളി. എന്നിട്ട് ഞാൻ സെക്കൻഡ് ടക്ക് എന്ന് പറഞ്ഞിട്ട് ആ സീനടിക്കും. അപ്പം വരുന്നൊരു കയ്യടി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. എന്താ പ്യുവർ സംഭവം തന്നെ. പിന്നെ എടുത്തു പറയേണ്ടത് ഇത് ഞാൻ ആദ്യം എടുത്തു പറയേണ്ടതാണ്. ഈ സിനിമയെ ഇത്രയും അധികം ഇതിനെ നിലനിർത്തിയ ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈസ് അമേസിങ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്ത് എന്താ ഉള്ളത്, അത് ഓരോ സീന് ഡിമാൻഡ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഇങ്ങനെ ജസ്റ്റ് പോയിസൺ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന പോലെ ആ ഓഡിയൻസിനെ എന്താ പറയുക ആ സീനിലേക്ക് ഇങ്ങനെ ഇരുത്തി അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഡെപ്തായിട്ട് കൊണ്ട് ഇറക്കാൻ വേണ്ടി ഓരോ സീനിനും എന്താണോ ആവശ്യം അതിന് പറ്റിയ രീതിയിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് രീതിയാണ് നേരെന്ന് പറഞ്ഞ സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരൊറ്റ സ്കോർ പിടിച്ച് പോവുകയല്ല, ആ ഇമോഷനിൽ ആ സീനിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഓഡിയൻസിന് ഫീൽ ചെയ്യേണ്ടത് അതിനെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് കൊടുത്തിട്ടുള്ളത്. അത് ഹാറ്റ്സ് ഓഫ്, അത് എടുത്ത് പറയണം. ആ മ്യൂസിക് ജേണി ഉണ്ടായിരുന്നു ഈ സിനിമയുടെ സ്ക്രിപ്റ്റും ഈ സിനിമയുടെ ഷോർട്സും ഈ സിനിമയുടെ ഓരോ പോർഷൻസും ഇമോഷൻസും ജനങ്ങളുടെ ഉള്ളിലൂടെ പോകുമ്പോൾ അതിനിങ്ങനെ ഒഴുക്കുന്ന രീതിയിലൊരു മ്യൂസിക് തെറാപ്പി കൂടി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഒരു മ്യൂസിക് വിത്ത് ഇമോഷണൽ ഇതിങ്ങനെ കൂട്ടിക്കുഴച്ചുണ്ടാക്കുന്ന ഒരു നല്ല സ്വാദുള്ള അപ്പം പോലെയാണ് നേര് എന്ന് പറഞ്ഞാൽ. എല്ലാം ചേർത്ത് ഓഡിയൻസിന് നടക്കുന്ന നല്ല മധുരമുള്ളൊരു ആഹാരം എന്ന് പറയാം. ഒരു തരത്തിലും മോശം നമുക്ക് കഴിച്ചിട്ട് പറയാൻ തോന്നാത്തൊരു നല്ല ഭക്ഷണം പാചകം ചെയ്ത് തന്നൊരു കുക്കായിട്ട് ജിത്തു ജോസഫ് സാറിനെ നമുക്ക് കാണാം. അത്രയും മനോഹരമായ കണ്ണും മനസ്സും നിറച്ച സിനിമ. താങ്ക് യു സോ മച്ച് സാർ. ലാലേട്ടാസ്, യു ആർ ഗ്രേറ്റ്.